നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നോട് ഇനി പ്രത്യേകം പറയണോ ശ്യാമേ? നാളെ തരാൻ മനു. ശ്യാമേ, ഇന്നലെ രാത്രി കൂടി ഞാൻ നിന്നോട് പറഞ്ഞതാ. ആദ്യം നീ പണത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞ എന്റെ പിന്നാലെ നടക്കുമായിരുന്നല്ലോ. ഉപയോഗിച്ച് നോക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, ദിവസം ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞോ? ഇതേ ഞാൻ എൻ്റെ അടുക്കളയിൽ അരിയിടിച്ചുണ്ടാക്കുന്നൊന്നും അല്ല, നല്ല ചെലവ് വരും. രാജ്യാന്തര വിപണിയില് ലക്ഷങ്ങൾ. അച്ചായനോട് ഞാനിതിനൊക്കെ എന്ത് സമാധാനം പറയും? അല്ല, ആരാ ഈ അച്ചായൻ? തൽക്കാലം നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നീ ഇപ്പൊ എനിക്കൊരെണ്ണം താ. കാശ് ഞാൻ നാളെ തരാം. മനു പ്ലീസ്. ഇന്നത്തേക്കും കൂടി മാത്രം. പക്ഷേ ഇതിനൊക്കെ ചില വിട്ടുവീഴ്ചകളും കൂടി ചെയ്യാൻ ഓർക്കണേ. എന്ത് വിട്ടുവീഴ്ച വേണേലും ചെയ്യാം, ഒരെണ്ണം താ മനു. എന്നാ എന്താണ് ഇതിന്റെ കയ്യില്? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? എന്നെ വിടാനാ പറഞ്ഞത്. കൈന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഏതാ? എന്റെ കൈ വിടാ. ശ്യാമേ തരാനാ പറഞ്ഞ. കൈ തുറക്കടി. എന്റെ കൈ. വിടാ. വിടാനാ പറഞ്ഞത്. വാ ഇവിടെ. സാറേ, ടാബ്ലറ്റ് എനിക്ക് തരാം. മര്യാദയ്ക്ക് വരാനാ എന്നോട് പറഞ്ഞേ. ഇങ്ങോട്ട് വരാൻ. സാറേ, എന്താ? ശ്യാമേ സാറ് കൊണ്ടുവയ്ക്കോ, പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാധനം ഇങ്ങത്താ. എന്തോ? ശ്യാമയല്ല എനിക്ക് വേണ്ടത്, ഈ സാധനം തന്നെയാ. സാർ, നിന്റെയൊക്കെ കച്ചവടം ഞാൻ ഇന്ന് പൂട്ടിക്കും. നീയൊന്നും പുറലോകം കാണില്ല. സാറേ, മര്യാദയ്ക്ക് പറയുന്ന കേൾക്കുന്ന സാറിന് നല്ലത്. ഭീഷണിപ്പെടുത്തുന്നോടാ? മര്യാദയ്ക്ക് പ്രിൻസിപ്പളിന്റെ മുന്നിൽ നിന്ന് മാപ്പ് പറഞ്ഞോ? ഇനി ഇത് ആവർത്തിക്കില്ലെന്ന വാക്ക് തന്നാ പോലീസ് കേസ് ആക്കാതിരിക്കാൻ നോക്കാം. സാറേ, സാറിന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളല്ല ഞങ്ങളിപ്പോ. ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കാൻ വരുന്ന അല്ല സാറേ, അത് വേറെ സൈഡ്. എന്നാലും സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നതുകൊണ്ട് ചെറിയൊരു ബഹുമാനമൊക്കെ ഉണ്ട്. സാറായിട്ട് തന്നെ ദേഹത്ത് കൈവയ്ക്കാൻ നിർബന്ധിക്കരുത്. എന്തോ? നീ എന്നെ തല്ലൂന്നാണോ? തല്ലടാ, തല്ലടാ. സാർ, അതെ വേണ്ട. തല്ലടാ. നിന്റെ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. തല്ലടാ. തല്ലാനാ പറഞ്ഞ തല്ലടാ. സാറേ വേണ്ട. സാറേ, ഇത് തീക്കളിയാ. ഒന്ന് പോരാ അവിടുന്ന്. തല്ലടാ. സാറേ വേണ്ട. വാ. സാർ, എന്നെ വിടാ. പോൾസൺ അച്ചായൻ. ഞാൻ ഇയാളോട് അച്ചായം 100 വട്ടം പറഞ്ഞത് വേണ്ട വേണ്ടാന്ന്. ഞാൻ അനുസരിക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടാ അല്ലടാ സാവേ. എന്താടോ കുറെ നേരം ആയല്ലോ, താൻ ദേവിക്ക് മനസ്സമാനേ കൊടുക്കില്ല. സത്യം തെളിയിക്കാനുള്ള പ്രാർത്ഥനയായിരുന്നു വിഷ്ണുവേട്ടാ. പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് സുസ്മിതയാണെന്ന് പ്രീതിക്ക് പോലും മനസ്സിലായി. പ്രീതി തന്നത് പറഞ്ഞിട്ടും സത്യാമ്മയ്ക്ക് വിശ്വാസമായില്ലല്ലോ.
അതിപ്പോ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസമൊന്നും തോന്നില്ല. അത്രയ്ക്ക് കണ്ണടച്ച സുസ്മിതയെ അമ്മ വിശ്വസിക്കുന്ന. എല്ലാ ദുഷ്ടശക്തികൾക്കും ഒരു അന്ത്യമുണ്ട് വിഷ്ണുവേട്ട. ദേവസുന്ദരിയുടെ രൂപത്തിലല്ലേ പൂതന കണ്ണനെ കൊല്ലാൻ വൃന്ദാവനത്തിലെത്തിയത്. അന്ത്യം ഭയാനകമായിരുന്നു. മരിച്ചു വീണപ്പോ രാക്ഷസ രൂപം പുറത്തു വരികയും ചെയ്തു. നമ്മുടെ പ്രീതിയുടെ ഉണ്ണിക്കണ്ണനെ ഇല്ലാതാക്കിയവളുടെയും യഥാർത്ഥ രൂപം വൈകാതെ വെളിയിൽ വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊക്കെ എന്തിനാ? ശ്യാമയാണല്ലോ. ശ്യാമേ, എന്താ? ശരി ശരി. വിഷ്ണുവേട്ടനെ കൂട്ടി പെട്ടെന്ന് വരാം. എന്താടോ, എന്ത് പറ്റി? രാജീവ് സാറിന് വെട്ടേറ്റെന്ന്. എന്ത് വെട്ടേറ്റതാ? എങ്ങനെ? അതൊക്കെ പറയാം വിഷ്ണുവേട്ടൻ വാ. ശ്യാമേ, രാജീവ് സാർ എന്താ പറ്റിയ? അയ്യോ, എടി സാർ എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്ററല്ലോ. സാറിന് എന്താ പറ്റിയ? ഒന്ന് പറ, സാറിന് എന്താ പറ്റിയെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.